അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ കഴിച്ചു നോക്കിയാലോ. സത്യം പറഞ്ഞാൽ ഞാനത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഫുഡ് ബ്ലോഗ് ആയി മാറുന്നു തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അവസാനം ഇതൊരു ഫുഡ് ബ്ലോഗ് തന്നെയായി. അപ്പൊ ചെസ് നമ്പർ 1, രാവിലെ ഒരു ഫംഗ്ഷന് സദ്യ കഴിക്കാൻ പോയതാണ്. ഇത്രയും അധികം വിവിധ തരം വിഭവങ്ങളുള്ള ഒരു സദ്യ ഞാൻ കുറെ നാൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഈ കാറ്ററിംഗിന്റെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ മാനേജിംഗ് ആൻഡ് കോർഡിനേഷൻ ഭയങ്കര ടോപ്പ് നോച്ചാണ്. ഫുഡ് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ, പരിപ്പ് വരെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ കാറ്ററിംഗ് ടീമിന് മനസ്സിലായവരുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കണേ, അടുത്ത വർക്കിനെ ഏൽപ്പിക്കാനായിരുന്നു. അപ്പൊ അന്നേ ദിവസം രാവിലെ സദ്യ കഴിച്ചതിന് ശേഷം ഞാൻ ഉച്ചയായപ്പോൾ കോളേജിലേക്ക് വൈവയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതിനുശേഷം വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി കുളിച്ചൊന്ന് ചെറായി വരെ പോയിട്ട് വരാന്ന് വിചാരിച്ചപ്പോൾ ദേ കിടക്കുന്നു ബസ് ആക്സിഡന്റ്. എന്ത് പറയാനാ, പ്രൈവറ്റ് ബസ്സുകാരുടെ കാര്യമൊക്കെ അറിയാലോ. അവിടെ നിന്ന് ഞാൻ അനിയത്തിനാക്കിയിട്ട് നേരെ പോയത് വീണ്ടും ഫുഡ് കഴിക്കാനായിരുന്നു. ഈ കൂടിയിരിക്കുന്ന ആൾക്ക് എപ്പോഴും എന്റെ കൂടെ വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര നാണാണ്. ആള് പറയുന്നത് ഞാൻ തന്നെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, കേട്ടോളൂ. അപ്പൊ കേട്ടില്ലേ കാര്യങ്ങള്. ഇതൊക്കെയാണ് എന്റെ അവസ്ഥ. ഇത് കഴിഞ്ഞ് ഞാൻ NH കൂടെ പോയപ്പോ പഞ്ചസാര പഴം ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നു. അപ്പൊ അതിൽ നിന്ന് കുറച്ച് പറിച്ച് കഴിച്ചു. പിന്നെ വൈകിട്ട് വീണ്ടും ഒരു ആവശ്യത്തിന് വേണ്ടി ചെറായി വഴി പോയപ്പോൾ കഴിഞ്ഞ ദിവസം കൊട്ടാര ഹെറിറ്റേജിൽ തങ്ങാൻ വന്നപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഈ കടയിൽ നിന്ന് ചായയും കടിയൊക്കെ കഴിച്ചാൽ അപ്പോഴേ ആലോചിച്ചതാണ് ഈ കടയിനെ പറ്റി 2 വാക്ക് പറയുന്നത്. ബൊഫേ സിസ്റ്റം ആണ്, നമുക്ക് തന്നെ എടുത്ത് കഴിക്കും. മാത്രമല്ല അപ്പൊ തന്നെ ചൂടോടെ എണ്ണയിൽ പൊരിച്ചുണ്ടാക്കുന്ന കടികൾ. അപ്പൊ ഈ ലാസ്റ്റത്തെ ബിരിയാണി എവിടെ നിന്ന് വന്നാന്ന് മനസ്സിലായില്ലേ. അപ്പൊ ശരിയെന്നാ ബൈ.